ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് പാൽ വില കൂട്ടുന്നു. ക്ഷീര കർഷകർക്ക് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വില വർധനവ്. മിൽമയ്ക്ക് വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അന്തിമഘട്ടത്തിലായിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. തോമസ് കെ തോമസ് MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് പാലിന് ഏറ്റവും ഉയർന്ന വില നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. അയൽ സംസ്ഥാനങ്ങൾ അധികമായിട്ടുള്ള പാൽ കുറഞ്ഞ നിരക്കിൽ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രൂപീകരിച്ച 5-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്ത് പാൽവില കൂട്ടാൻ മിൽമ വൈകാതെ തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി മെട്രോ ഫീഡർ ബസ് സർവീസ് ഇൻഫോ പാർക്ക് ഫേസ് 2 നീട്ടി. ഫേസ് 2 ബസ് സർവീസ് ഈ മേഖലയിലെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ഇൻഫോ പാർക്ക് ഫേസ് 2 സർവീസുകൾ ആരംഭിച്ചതോടെ യാത്രാസൗകര്യം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 14,000 IT പ്രൊഫഷണലുകളാണ് ഇൻഫോ പാർക്ക് ഫേസ് 2 ജോലി ചെയ്യുന്നത്. പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7:50, 8:10, 9:01 എന്നീ സമയങ്ങളിലും ഉച്ചയ്ക്ക് 2:42 ഫേസ് 2 നേരിട്ടുള്ള ബസ് സർവീസുകൾ ഉള്ളത്. കൂടാതെ ഫേസ് 2 നിന്ന് വൈകിട്ട് 6:15 കളമശ്ശേരിയിലേക്ക് നേരിട്ടുള്ള സർവീസും ലഭ്യമാണ്. ഇതിനു പുറമെ കളമശ്ശേരിയിൽ നിന്ന് കാക്കനാട് വാട്ടർ മെട്രോയിലേക്കും ഇൻഫോ പാർക്ക് ഫേസ് 1 നിലവിലുള്ള സർവീസുകൾ തുടരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.